ഇന്ന് നമ്മുടെ വർക്ക് ഇതാണ്. വർക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ വർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഇത് D10, ഇത് D40. അതിൻ്റെ ഏതാനും സ്പീക്കറുകൾ ഒരെണ്ണത്തിന് 4 വെച്ചുണ്ട്, മുഴുവൻ സ്പീക്കറൊന്നും കൂടെ വെച്ചിട്ടില്ല. അപ്പോൾ D10 D40 ഒന്നിച്ച് നന്നാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ടൂറാണ് നമ്മൾ കാണാൻ പോകുന്നത്. രണ്ടിനും 2 കംപ്ലൈൻ്റാണ്. ഒരെണ്ണം ഓണാകുന്നില്ല, ഒരെണ്ണം ഓഫായി പോകുന്നു. ഇതൊക്കെയാണ് പ്രശ്നം. 2 സെറ്റും വിശദമായിട്ട് അഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് കൂടെ അടിച്ചേക്കുക, എന്നിട്ട് വീഡിയോ കണ്ടു തുടങ്ങാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സോണിയുടെ 2 ഹോം തിയേറ്ററാണ് കിട്ടിയിരിക്കുന്നത്. 2 ഹോം തിയേറ്റർ, ഒന്ന് D10 ഒന്ന് D40. കാഴ്ച 2 പേർക്കും മുഖമൊക്കെ ഒരുപോലെ ഇരിക്കുന്നത്, എന്നാൽ സ്വഭാവത്തിലും വലിപ്പത്തിലും ചെറിയ മാറ്റങ്ങളുണ്ട്. ഇത് കണ്ടോ, D10ൻ്റെ പുറത്തേക്ക് ഉള്ള തള്ളൽ കുറവാണ്, D40ക്ക് പുറകോട്ടുള്ള തള്ളു കൂടുതലാണ്, ബാസ്. പിന്നെ ഇതിന് വാട്സും വ്യത്യാസമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ലേഔട്ടും കാര്യങ്ങളും സ്പീക്കറും അങ്ങനെയുള്ളതൊക്കെ ഏകദേശം സെയിമാണ്. അഡാപ്റ്റർ സെയിമാണ്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സെയിമാണ്. അപ്പോൾ ഇത് രണ്ടും, ഒരെണ്ണം ഓണായി ഓഫായി പോകുന്നു, ഒരെണ്ണം ഓണാകുന്നേ ഇല്ല. അപ്പോൾ നമുക്കതിൻ്റെ കംപ്ലൈൻറ്റുകളിലേക്ക് പോകാം. ഇത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണാവും, പക്ഷേ ഓണായി അന്നേരം ഓഫായി പോവും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ ഷോട്ടിങ് വരുന്നതുകൊണ്ടാണ് ഇതങ്ങനെ വരുന്നത്. അത് നമുക്ക് നോക്കണം. ആദ്യം D40 തന്നെ നോക്കാം. തുറക്കാം, നിർത്താം. ഇത് നമ്മൾ എടുക്കുകയാണ്. ഇവർ പശയാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതെല്ലാം നമ്മൾ പറിച്ചു വേണം എടുക്കാൻ. ഇതിൻ്റെ ഒരു ബോർഡുണ്ട്. ഈ ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഇതിന് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് വന്നിട്ട് ഇതിൻ്റെ അഡാപ്റ്റർ അടിച്ചു പോകും. കാരണം എന്ന് വെച്ചാൽ ബോർഡ് ഷോർട്ടായിട്ട് അഡാപ്റ്റർ പോകും. ഇപ്പോൾ ശരിക്കും ബോർഡ് മാറിയിട്ട് വേണം പുതിയ അഡാപ്റ്റർ കുത്തി നോക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഇതാണ് അതിൻ്റെ ബോർഡ്. ഞാൻ കുറേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ സെറ്റ് ബോർഡ്. ഈ ബോർഡ് നമ്മളങ്ങ് റീപ്ലേസ് ചെയ്യാം, പിന്നെ റിപ്പയർ ചെയ്ത് ചിലപ്പോൾ എടുക്കാൻ പറ്റും. ചിലതൊക്കെ അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പലരും ഈ അഡാപ്റ്റർ കംപ്ലൈൻറ്റ് വന്നു കഴിയുമ്പോൾ അഡാപ്റ്റർ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തൽക്കാലം അഡാപ്റ്റർ വിളിക്കുന്നു. സമയമില്ലാത്തതുകൊണ്ട് പുതിയ സെറ്റോടെ അങ്ങ് മാറ്റി വിടുവാണ്. അത് ഈ പവർ സപ്ലൈ പ്രശ്നം വരുന്നതൊക്കെ മാറ്റി വിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമാവും.
ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് ഷോട്ടിംഗ് എല്ലാം. ഇനി ഒന്ന് കുത്തി നോക്കാം വർക്കാവുമെന്ന്. അപ്പോൾ ഓക്കെ ആയി. ഒരു പെൻഡ്രൈവ് ഞാൻ ചില ആൾക്കാരെ പറയും CRO വേണം, ഓസ്ക്ലോസ്കോപ്പ് വേണം, മറ്റ് ആധുനിക സംവിധാനങ്ങളെല്ലാം വേണമെന്ന് സർവീസ് ചെയ്യാൻ. പക്ഷേ ഇതൊന്നും വേണ്ട. നല്ലൊരു ഡോക്ടർക്ക് MRI സ്കാനോ CT സ്കാനോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കയ്യിലിങ്ങനെ പിടിച്ച് പൾസ് നോക്കിയാൽ നല്ലൊരു ഡോക്ടർ പറയും. എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് ഒരു ചങ്കിനുവേദന വന്നു. ചങ്കിനുവേദന വന്നപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി ഞാൻ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു മസിൽ പെയിനാണ്, ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓർക്കായി. അപ്പം മസിൽ പെയിന് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിശ്വാസം പോരാ. അറ്റാക്ക് ആണെങ്കിൽ ഞാൻ തട്ടിപ്പോകത്തില്ലേ. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, ഞാൻ വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി ഞാൻ അഡ്മിറ്റായെന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റി അഡ്മിറ്റായി. എനിക്ക് ഭയങ്കര അങ്ങനെ വേണ്ട, ഞാനിപ്പോൾ ചങ്ക് പൊട്ടി ചത്തു പോകുന്നുണ്ട്. ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു മസിൽ പെയിനാണ്, ഈ ഗുളിക 2 ദിവസം കഴിച്ചാൽ പോകുമെന്ന് പറഞ്ഞു. ഞാൻ ആ ഗുളിക ഒന്നും കഴിക്കാതെ നേരെ ഈ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ ബോർഡ് പ്രശ്നം തീർന്നിട്ടുണ്ട്. ഇനി അഡാപ്റ്ററിന് കുഴപ്പമുണ്ടെങ്കിൽ അഡാപ്റ്ററോടെ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഷയം തീരും. അപ്പം അങ്ങനെ പോയി അവരെന്നെ ചെക്ക് ചെയ്ത് അൾട്രാസൗണ്ടോ എക്കോയോ ഏതാണ്ടെല്ലാം എടുത്ത് 10,000 രൂപ ബില്ലും അടിച്ച് തന്നിട്ട് പറഞ്ഞു താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ല, താങ്കൾക്ക് എന്തോ ഓർത്തോ സംബന്ധമായ കുഴപ്പമാണ്, അതുകൊണ്ട് താങ്കൾ ഓർത്തോയിൽ പോകാൻ പറഞ്ഞു. ഞാൻ ഓർത്തോയിലും കൃത്യമായിട്ടും പോയില്ല, ഡിസ്ചാർജ് ചെയ്തു തരാം, ഞാൻ പിന്നെ ഓർത്തോയിൽ കൊള്ളാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എനിക്ക് 3-4 വർഷം മുമ്പാണ്. അയാൾ അറ്റാക്ക് ആയിരുന്നെങ്കിൽ ഞാൻ തട്ടിപ്പോണ്ട സമയം കഴിഞ്ഞു. ആ പുള്ളി തന്ന മരുന്ന് കഴിച്ചു. എൻ്റെ മസിൽ പെയിന് വേണ്ടിയിട്ട് ഞാൻ 17,000 രൂപ വെറുതെ കളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു യഥാർത്ഥ മെക്കാനിക് ആണെങ്കിൽ, അവൻ ശരിക്കും ജന്മനാ ടാലൻറ്റഡ് ആണെങ്കിൽ, ഞാനാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാലും ആണെങ്കിൽ അവൻ ഈ സാധനം തുറക്കുമ്പോഴേ അവന് കംപ്ലൈൻ്റ് അറിയാം. അതിന് ഓസിലോസ്കോപ്പോ ടെലസ്കോപ്പോ ഒന്നും വേണ്ട. നല്ല ഡോക്ടർക്ക് ഒരു മറ്റേ ചെവി വെക്കുന്ന ഒരു സാധനമല്ലേ ഉള്ളൂ. നമ്മൾ പണ്ടൊക്കെ ഡോക്ടർമാർ ചെല്ലുമ്പോൾ എന്താ ചങ്ക ശ്വാസം വലിച്ചു വിട്ടേന്ന് പറയും. ശ്വാസം വലിച്ചു വിട്ട് ഇതെല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറയും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു മരുന്ന് കഴിച്ചാൽ മതി, പൊക്കോളൂ എന്ന് പറയും. ഇന്ന് എന്നാ പറയുന്നത്, MRI പോയത്, CT സ്കാൻ പോയത്, അൾട്രാസൗണ്ട് പോയത്, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഇവക്ക് കയ്യിലൊരു ചെറിയ വേദനയാന്ന് പറഞ്ഞു തന്നു. 3,000 രൂപയുടെ ബ്ലഡ് ടെസ്റ്റ് എഴുതി കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് കൊണ്ടേ കൊടുത്തപ്പോൾ ഡോക്ടർ അത് നിങ്ങൾ കൂടുതൽ നേരം ഓവർസ്റ്റൈൻ വർക്ക് ചെയ്തിട്ടാ ഉള്ള വേദനയാണ്. 3,500 രൂപ എടുത്ത് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ അതൊന്നും അറിയണ്ട മക്കളെ. ഞാനിത് പറയാൻ കാര്യമൊന്നുമല്ല. എനിക്കൊരു കംപ്ലൈൻറ്റ് സർവീസ് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ വിദഗ്ധരാണ്, നിങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും ആണെന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ഈ ഓസിലോസ്കോപ്പിൻ്റെ സഹായവും വേണ്ട, CROയുടെ സഹായം വേണ്ട, ഒരു കോപ്പൻ്റെയും സഹായം വേണ്ട. ഞാൻ മണത്ത് കണ്ടുപിടിക്കും. എനിക്ക് ഇതൊക്കെ എക്സ്പീരിയൻസാണ് മക്കളെ. ഇതിപ്പോൾ ഫസ്റ്റ് സെറ്റ് റെഡി ആയാലോ അതും ഞാൻ ശരിയാക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നല്ല ടാലൻ്റുള്ള കഴിവുള്ള ഒരു ഡോക്ടർക്ക് ഒരു MRI സ്കാനും വേണ്ട. എൻ്റെ പരിപാടി തീർന്നു. ഇനി ഇത് പാക്ക് ചെയ്താൽ മതി. പാക്ക് ചെയ്യാൻ പോവാം. ഇതൊക്കെ എല്ലാം വ്യവസായങ്ങളാണ്, ഈ സർവീസ് സെൻ്ററും ഒരു വ്യവസായം, എല്ലാം ഒരു വ്യവസായം. എന്നെ അതിന് കിട്ടത്തില്ല. ഞാൻ ഒന്നും അറിയാൻ മേലാത്ത, ഇലക്ട്രോണിക്സിൻ്റെ ABCD അറിയാൻ മേലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നടത്തുന്നത്. അവർക്ക് വല്ലതും അറിയണമെങ്കിൽ പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അല്ലാതെ ഭയങ്കര ഇലക്ട്രോണിക്സ് അറിയാവുന്ന CROയിൽ ഓസിലോസ്കോപ്പിലൊക്കെ പണിയുന്ന വലിയ പുള്ളിയന്മാർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇതിൻ്റെ കാന്തം പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കാന്തം പിടിപ്പിച്ച് വന്നേ. ഈ അമ്മയോട് സ്നേഹമുള്ള ആർക്കും, അച്ഛനോട് സ്നേഹമുള്ളവർക്കും ആകാം കേട്ടോ, അമ്മ മാത്രമല്ല, അച്ഛനോട് സ്നേഹമുള്ളവർക്കും. ഈ ബോർഡ് ഇവിടെ നിന്ന് ഫിക്സ് ആക്കട്ടെ.
ഓക്കെ വീണു. ഉള്ളവർക്കും കാന്തം പിടിപ്പിക്കും. അതുകൊണ്ടോ സ്ക്രൂ ഡ്രൈവർ നിൽക്കാതെ സ്ക്രൂ കണ്ടോ നിൽക്കുന്നത്, ഞാൻ കാന്തം പിടിപ്പിച്ചു. അതെങ്ങനെയാണെന്നല്ലേ അത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഏത് സ്ക്രൂ ഡ്രൈവറും കാന്തമുള്ള സ്ക്രൂ ഡ്രൈവറാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ വളരെ സൗകര്യമാണല്ലോ. പിന്നെ മാറ്റാതെ എല്ലാ സാധനവും സർവീസ് ചെയ്യാനൊന്നും പുതിയ സെറ്റുകളൊന്നും പറ്റിയല്ല. പുതിയ സെറ്റുകൾ മാറുക തന്നെ ചെയ്യണം. അത് ടെക്നോളജിയിലെ മാറ്റമാണ്. പഴയ ടെക്നോളജിയിലുള്ള സെറ്റുകൾ ഇപ്പോൾ ഒരു CRT TV കൊണ്ടുവന്നാൽ അത് നമുക്ക് അതിൻ്റെ ബോർഡ് ഫുള്ള് മാറി ഉപയോഗിക്കുന്നവരാണ് ഇപ്പോൾ ഉള്ള മെക്കാനിക്കുകൾ. പക്ഷേ ഞാൻ ഒരു മെക്കാനിക്കിനെയും കുറ്റം പറയില്ല. ഓരോരുത്തരുടെ അറിവ് വലുതാണ്. എൻ്റെ അറിവല്ല വേറൊരാൾക്കുള്ളത്. അയാൾക്കുള്ള അറിവ് എനിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കറിയാവുന്ന അറിവുകൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന പെട്ടോട്ടെന്ന് ഓർത്താൽ നിങ്ങളും നിങ്ങളുടെ അറിവുകൾ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ വളരും, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടുതലുണ്ടാവും. ഒരു അധ്യാപകൻ തന്നെ അയാൾക്കുള്ള അറിവുകളല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് അധ്യാപകന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അധ്യാപകനെ എന്നും ആദരിക്കപ്പെടും. അധ്യാപകനെ എല്ലാവരും ബഹുമാനത്തോടെ കാണും. ഒരു കുഞ്ഞറിവാണേലും നമുക്ക് പറഞ്ഞു തരുന്ന ആളെ നമ്മൾ സാറെന്ന് വിളിക്കും. അപ്പോൾ അതൊരു ഇതാണ്. ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വിളിച്ച് എത്രയോ പേര് എന്നോട് സംശയം ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഫീസ് മേടിച്ചിട്ടാണോ സംശയത്തിന് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് കാണിച്ചു തരുന്ന ഫീസ് മേടിച്ചിട്ടാണോ? ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മളൊരു മനുഷ്യജീവനും എല്ലാം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഇലക്ട്രോണിക്സ് പഠിച്ച് ഇറങ്ങിയ പിള്ളേർ ഒത്തിരി അവർക്ക് തിയറി മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കലൊന്നുമില്ല. അവരൊത്തിരി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അവർക്ക് വിളിക്കാം നമ്മളെ, ഒരു പ്രശ്നമില്ല, പറഞ്ഞുതരാം. ഏകാലം ആ സ്ക്രൂ ഡ്രൈവർ കാന്തം പിടിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സൗകര്യമായില്ലേ? എനിക്ക് ഭയങ്കര സൗകര്യമായി. ഞാൻ ആ കാന്തം പിടിപ്പിച്ചതനുസരിച്ച് ഞാൻ കാണിച്ചു തരാം. വാ, കാന്തം എങ്ങനെ ഉണ്ടാക്കുന്നു. കാന്തം പിടിപ്പിക്കുന്ന പരിപാടി. ഒരു സ്പീക്കറെ കിടക്കുന്ന കാന്തം. ഇതിൽ ഡബിൾ റിങ് കാന്തമുള്ള നല്ല അടിപൊളി സ്പീക്കറാണേ. ഇതിൻ്റെ കമ്പനി ആണെന്ന് നോക്കട്ടെ. ഇതോ ഉണ്ടോ? ഇവര് സ്പീക്കറാ, പൈനിയറാണെന്ന് തോന്നുന്നു. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിവിടെ എടുത്ത് വെച്ചെന്നുള്ളൂ എൻ്റെ സ്പീക്കർ. അതിൻ്റെ കാന്തം ഇനി ഇത് സൂപ്പർ കാന്തമായിരിക്കും. പോക്കോ. ഇങ്ങനെയാണ് ഏത് സ്ക്രൂ ഡ്രൈവറും നമ്മൾ കാന്തമുള്ള സ്ക്രൂ ഡ്രൈവർ ആക്കി മാറ്റുന്നത്. ഇനിയിപ്പോൾ തുറന്ന സ്ഥിതിക്ക് ഇതിനകത്തെ പൊടി, മണൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അഴിച്ചു മാറ്റി പാക്ക് ചെയ്യുകയാണ്. മാത്രമേ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ, എടുക്കേണ്ട കാര്യമുള്ളൂ. ഇത് ചെറിയ വിലയ്ക്ക് ഈ സാധനം കിട്ടുമ്പോൾ ഇത് മാറി വിടുവാണെങ്കിൽ പിന്നെ ഇതിനൊരു കംപ്ലൈൻറ്റും വരത്തില്ല. പിന്നെ നമ്മളെപ്പോഴും ഒരു കംപ്ലൈൻറ്റ് ചെയ്താൽ അത് ക്ലിയർ ആകുകയും ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ ചെയ്യുകയും ചെയ്യണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ പക്കായിട്ട് നീറ്റായിട്ട് ആ സെറ്റ് പുതിയതായിരുന്നപ്പോൾ എങ്ങനെ ഇരുന്നു അതുപോലെ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇനി പെൻഡ്രൈവ് നമ്മൾ മുമ്പേ ഒന്നുകൂടെ നോക്കിയേക്കാം. USB റിമോട്ട് വർക്ക് ചെയ്യുന്നു കേട്ടോ.
ഇനി എൻ്റെ ബ്ലൂടൂത്തോടെ നോക്കിയേക്കാം. ബ്ലൂടൂത്ത് വർക്കിംഗ് ആണോ നോക്കിയതിൻ്റെ പരിപാടി കഴിഞ്ഞു. എൻ്റെ മൊബൈൽ ഇങ്ങനത്തെ ബ്ലൂടൂത്ത് നോക്കട്ടെ. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തു. നമുക്ക് നമ്മുടെ വീഡിയോ തന്നെ ഇടാം. രണ്ട് കംപ്ലൈൻ്റ് ആണ്. രണ്ടുപേരും ഒരേ സ്വഭാവത്തിലുള്ള രണ്ടുപേരെ നമ്മൾ റെഡിയാക്കാൻ പോവാം. ഒരാൾ ഓണാകുന്നില്ല, ഒരാൾ ബാക്ക് ലൈറ്റ് ഇല്ല, അങ്ങനെയൊക്കെയാണ് പ്രശ്നം. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും. കാരണം കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഫോൺ നമ്പർ എവിടെയാ, കട എവിടെയാ, നമുക്കൊരു സെൽ. അപ്പോൾ കണ്ടല്ലോ, ബ്ലൂടൂത്തും ഓക്കെയാണ്. അപ്പോൾ ഈ സെറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പവർ സപ്ലൈ അഡാപ്റ്ററൂടെ പുതിയത് വെക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അത് വെച്ചില്ലേ ചിലപ്പോൾ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആവും. അവിടെ പവർ സപ്ലൈ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ ബോർഡിന് കംപ്ലൈൻറ്റ് വരുന്നത്. അതുകൊണ്ട് ബോർഡ് മാറുന്ന ഒരു കേസിൽ പവർ സപ്ലൈ മാറുന്നത് നല്ലതാണ്. ഇനി മാറുന്നില്ലെങ്കിൽ ഞാനത് ഉപയോഗിക്കുകയുള്ള നിർബന്ധമുള്ളവർക്ക് ഉപയോഗിക്കാം. ഡോണ്ട് പ്രോബ്ലം. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നു. എല്ലാം ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അടുത്ത സെറ്റിലേക്ക് പോകാം. അപ്പോൾ ഈ സെറ്റ് ഓക്കെ ആയി, അതിന് കുഴപ്പമില്ല. ഇനി അടുത്തത് ഇത് കണ്ടോ, D10ൻ്റെ അവസ്ഥ കണ്ടോ, മൂലകുത്തി വീണതാണ്. മൂലകുത്തി വീണ് ഇവിടെ എല്ലാം പൊട്ടി. ഇവിടെ രണ്ട് കാലുണ്ടായിരുന്ന കാലും എല്ലാം പോയി. പിന്നെ ഈ സൈഡും പൊട്ടിയിട്ടുണ്ട്. ഈ സൈഡ് ചതഞ്ഞ് അതുണ്ട്, ഇവിടെ പൊട്ടി, ഇവിടം പൊട്ടി. ഇപ്പം എന്നാണേലും ഓണാകുന്നില്ല. എന്താ കുഴപ്പമെന്ന് നമുക്ക് നോക്കാം. താഴെ പോയതാണെന്നാണ് പറഞ്ഞത്. എൻ്റെ കുറ്റിയെല്ലാം പോയി. കുറ്റികളെല്ലാം അവിടെ ആയിപ്പോയി, ഒടിഞ്ഞു പോയി. എന്താണേലും നമുക്ക് ഓണാകണമല്ലോ. നമുക്കിതും ബോർഡ് അഴിച്ചെടുക്കാം. നമുക്ക് ബോർഡ് കംപ്ലൈൻറ്റുകൾ ആണ് മിക്കവാറും നിൽക്കാതെ വരുന്നത്. പുള്ളി പറഞ്ഞ് താഴെ പോയി കഴിഞ്ഞ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നാണ് പറഞ്ഞത്. വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞില്ല. ഇല്ല, താഴെ പോയി കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെയൊക്കെ കമൻറ്റുകൾ ആൾക്കാർ ഇടുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. നമ്മളെ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയെന്നും നമ്മുടെ ചാനൽ വിജയിച്ചു തുടങ്ങിയെന്നും എനിക്ക് മനസ്സിലായി. കമൻറ്റുകൾ വന്നെങ്കിലേ നമുക്കൊരു വിജയമുള്ളൂ. നല്ല കമൻറ്റും വരണം, ഇതുപോലെ വിമർശിച്ചുള്ള കമൻറ്റുകളും നല്ലതാണ്. എന്നുവെച്ചാൽ നമ്മളൊരാൾക്ക് അല്ലെ നാട്ടുകാർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന് നമ്മളിത് തുറന്നു. ഇതിന് ബ്ലൂടൂത്ത് ഇല്ലാത്ത മോഡലാണ്. ബ്ലൂടൂത്ത് ഇല്ലാത്ത മോഡലായി D10. പിന്നെ പെൻഡ്രൈവ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഫോണകത്തത് ഇതിനകത്ത് എന്ത് ചുക്കിലിയും കാര്യങ്ങളും. ഇതിൻ്റെ അകത്തെന്തോ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. ഇതൊന്ന് കുത്തി നോക്കാം. ഓണാവുന്നതില്ല. നമുക്ക് D10ൻ്റെ ഒരു ബോർഡ് എടുത്തുണ്ട്. നമുക്ക് ഈ ബോർഡൊന്ന് കുത്തി നോക്കാം. വന്നില്ല. ഇതിനകത്ത് ടോർച്ച് തന്നെ. ഇതിനകത്ത് വല്ല എലിക്കുഞ്ഞും എല്ലാം കയറിയോ നോക്കട്ടെ. സ്ട്രിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. സ്ട്രിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു.
വലിയേറിയതാ. ഇത് കയറിയതാണ്. സ്ട്രിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിൻ്റെ ബാസ് എല്ലാം ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി. സാരമില്ല. എന്തോ അകത്ത് കിടന്ന് കുലുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായത് മിക്കവാറും എലി കയറി കാണും. ഭയങ്കര മഴയാണല്ലോ പുറത്ത്. എന്നോ മഴയാ. കഴിച്ചെടുക്കണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വർക്കാണിത്. ജീവികൾ അതാണ്. ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞോ. ആ ഓണാകുന്നില്ല അല്ലേ? കൊടുത്തു വിട്ടാൽ മതി. കൊടുത്തു വിട്ടാൽ മതിയേ. മേശപ്പുറത്താണോ ഇരിക്കുന്നത്? ഭിത്തിയല്ല വെക്കുന്നത്. എവിടെയാ? നല്ല സമ്പ്രദായം. ആളെ വിട്ടടുപ്പിക്കണമെന്ന് വരും. ആളെ വിട്ടടുപ്പിക്കണോ? അവിടെ ആളുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി, അല്ലെ ഞങ്ങൾ ആളെ വിട്ടടുപ്പിക്കാം. എന്നാ ആളെ വിട്ടേക്കാം. നല്ല സമ്പ്രദായം എന്ന് പറയുമ്പോൾ എവിടെയായിട്ടാ? ഈ മുകളിലല്ലേ തമ്പലം? പുളിമാവില്ല പെനുവേല. അവിടെ. ഓക്കെ. അവിടെ അങ്ങോട്ട് കയറി വരണം അല്ലേ? വിട്ടേക്കാം. വിട്ടേക്കാം. ഓക്കെ. ഇത് കണ്ടോ? സ്ട്രിപ്പ് ഞാൻ വലിച്ചു ഊരുക. കണ്ടല്ലോ, സ്ട്രിപ്പ് വലിച്ച് അങ്ങേറ്റത്ത് കടന്നു പോകേണ്ട സ്ട്രിപ്പാണേ. ഞാൻ വലിച്ചു ഊരിക്കൊണ്ടിരിക്കുക. കാണുന്നുണ്ടല്ലോ നിങ്ങൾ? സ്ട്രിപ്പ് ഊരി ഞാൻ എടുക്കുകയാണ്. സ്ട്രിപ്പിൻ്റെ അറ്റം കണ്ട കടിച്ചു പറിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ നേരത്തെ സർവീസ് ചെയ്തു? അല്ലല്ല, കടിച്ചു പറിച്ചതാണ്. കടിച്ചു പറിച്ച് സെറ്റാക്കി സ്ട്രിപ്പെടുത്ത് നമുക്ക് ഈ പുതിയ ബോർഡിലേക്ക് കണക്ട് ചെയ്താൽ വർക്കാവും. അപ്പോൾ ഞാൻ സ്ട്രിപ്പ് എടുത്തുകൊണ്ട് വരട്ടെ. അത് 18 ഇതിപ്പോൾ സ്ട്രിപ്പിൻ്റെ അറ്റം കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാണ്ട ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കണ്ട. ഇനി അത് ചൂടാക്കിയൊക്കെ എടുക്കണം. എല്ലാം പശയിട്ട് വെച്ചിരിക്കുന്ന പോന്നു, അറ്റവും പോയി. ഇനി അവിടെ പശ ഇളക്കണം. ഇത് കണ്ടോ? ഇതാണ് സ്ട്രിപ്പ്. ഈ ഇരിക്കുന്ന മുഴുവൻ അതിൻ്റെ സ്ട്രിപ്പാണ്. 18 പിന്നാണ് ഈ സ്ട്രിപ്പ്. ഇതൊക്കെ ഞാൻ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഉണ്ടെല്ലാം നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം വേണ്ട. പിന്നെ കറക്റ്റ് പിന്നെ ഒരു സ്ട്രിപ്പ് നമ്മൾ ഇതിനകത്ത് നിന്ന് എടുക്കുവാണ്. ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ ആവശ്യനേരത്ത് ഇതൊന്നും കിട്ടിയല്ല മക്കളെ. ഇതെല്ലാം പുതിയ സ്ട്രിപ്പുകളാണ്. ചുറ്റി അത് വെക്കുന്നത്. ഇത് D40 സ്ട്രിപ്പാണ്. മറ്റേ D10 സ്ട്രിപ്പാണ്. ഇത് IV300 സ്ട്രിപ്പാണ്. എല്ലാ സ്ട്രിപ്പുകളും നമ്മൾ വരുത്തി വെച്ചിട്ടുണ്ട്.
അപ്പോൾ എലിന്ന് വിശക്കുമ്പോൾ വിശക്കുമ്പോൾ തിന്നണ്ടെന്ന് പറഞ്ഞ് സ്ട്രിപ്പ് തിന്നും. ഈ തുള കാണുമ്പോഴത്തേക്കും അതിനകത്ത് കയറും. ഓക്കെ, അപ്പോൾ അത് കുത്തി. ഇനി ഇതിൻ്റെ അഡാപ്റ്ററൂടെ നമുക്ക് അതിൻ്റെ തന്നെ അഡാപ്റ്റർ കുത്തി നോക്കാം. എൻ്റെ തന്നെ അഡാപ്റ്ററാണിത് തോന്നുന്നു. ദൈവമേ, എന്നിട്ട് ഓണായില്ലെങ്കിൽ കാര്യമായ കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാം ഉപയോഗിക്കാതിരുന്ന് പിന്നെ അതിൽ കയറി കണ്ടിച്ചതാണോ എങ്ങനെയാണെങ്കിലും നമുക്ക് നോക്കാം. നമുക്ക് വിടാൻ പറ്റുമല്ലോ. നിർത്താം. ഓണാകേണ്ടതാണ്. എന്താണ് ഓണാകത്തുന്നത്? ഓണായി. ഓക്കെ. ഇതിനകത്തുനിന്ന് ഇതിനകത്ത് എന്തോ പിറുപിറാക്കി വെക്കും. 30 വാട്ട് 4 ohmsൻ്റെ ഊപ്പറ. പക്ഷേ സ്പൈഡർ പക്ഷേ ഒരേന്നൊന്നുമില്ല. സിംഗിൾ മാനറ്റാണ്. ഇപ്പോൾ പുതിയതെല്ലാം ഡബിൾ മാനറ്റാണ് വ്യത്യാസം. ചുറ്റി കഴിഞ്ഞാൽ ഇതൊന്ന് അടിച്ച് ഈ തടി പൊട്ടിയതെല്ലാം ഒന്ന് നേരെയാക്കട്ടെ. ഇച്ചിരി വണ്ണം കൂടി ഒരു സ്ക്രൂ തരാം. അവിടെ പൊട്ടിയതായതുകൊണ്ടൊന്ന് ഇറക്കി വിടാം. കഴിഞ്ഞ ദിവസത്തെ പോലെ ഇതൊരു വിധം മുറി. മറ്റേ പഴയത് ലൂസായിരുന്നു. ഇത് താഴെ പോയതുകൊണ്ടാണോ മാനറ്റ് പറവിറക്കുന്നതെന്ന് അറിയത്തില്ല. താഴെ പോയത് ഇവിടെ പൊട്ടലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആയാലും പഴയ ഫിനിഷിങ് കിട്ടുകയല്ലോ. അതുകൊണ്ടല്ല, ഈ സ്പീക്കർ ചെറിയൊരു പറവറപ്പുണ്ട്. ചിലപ്പോൾ ഈ പേന കൊണ്ടതായിരിക്കും. നോക്കാം. എന്താ ഞാൻ സ്കെച്ച് പേന കുട്ടിയുടെ സൂക്ഷിച്ചു വെച്ച ആരും എടുത്തോണ്ട് പോകാതെ മോഡായിരിക്കും. ചെറുക്കൻ എന്നെ പോലെ തല്ലുകൊള്ളാൻ വെച്ച പാവ. ചീന കുറ്റം പറഞ്ഞിട്ട് എനിക്കിട്ട് കൊണ്ട് അടി കിട്ടുമ്പോൾ ഒരു അതേ അവസ്ഥയാണ്. ചീന ഇല്ലാത്ത നുണയെല്ലാം ചെന്ന് ശാസനോട് പറയും, അടിയും കിട്ടും. നാട്ടുകാർ മുഴുവൻ വിശേഷം കേൾക്കുവേ. കേൾക്കുന്നല്ല. അത്യാവശ്യം ഇത്ര മതി. ഇനിയിപ്പോൾ കൂടുതൽ അടിക്കണമെങ്കിൽ സ്പീക്കർ റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരും. ന്യായമായ പാട്ട് കേൾക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇവിടെ പിടിക്കുക എൻ്റെ അടിക്കുന്ന പിടിക്കും. ഇതിനകത്തോട്ട് നമ്മൾ ഇറക്കുവാണ്. ഇത് ക്ലീൻ ചെയ്തെടുത്ത് പറ്റും. ഇതിൻ്റെ ബാക്കിലത്തെ ബോർഡ് നമ്മൾ ഫിക്സ് ചെയ്യുവാണ്. അപ്പോൾ അത് കുത്തുമ്പോൾ അതിൻ്റെ പിന്നൊക്കെ കുത്തേണ്ട സ്റ്റൈലൊക്കെ ഉണ്ട്. അത് ആ പൊളാറ്റ് നോക്കി കുത്തുക. പിന്നെ സബ് വൂഫറിൻ്റെ വയറാണിത്, അത് നോക്കി കുത്തുക. അതിനുശേഷം നമുക്കിത് ഈ കവറിലേക്ക് ഫിക്സ് ചെയ്യണം. കവറിലേക്ക്
ഫിക്സ് ചെയ്യണം. ഇത് ബ്ലൂടൂത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇൻസി? ഇല്ല. ഓക്കെ, സ്ക്രൂ ചെയ്യുവാണ്. ആ സ്കൂട്ടർ കഴിഞ്ഞത് ഇന്നലെ മാനറ്റ് പിടിപ്പിച്ച സ്കൂട്ടർ കഴിഞ്ഞത്. ഇതേലെ 4 സ്ക്രൂ ഉണ്ട്. ആ 4 സ്ക്രൂ ചെറിയ ടൈപ്പ് നല്ല സ്ക്രൂ ആണ്. അല്ലല്ല, ഇതല്ല സ്ക്രൂ. ഓക്കെ, ഇപ്പം തൽക്കാലം ഒരു സ്ക്രൂ മാത്രം എടുത്ത് ഇടുവാണ്. ഇവിടെ ശരിക്കും ഗ്ലൂ ഗണ്ണ് ചെയ്യാനുണ്ട്. അതാണ് വെച്ചാൽ ബാസ് പുറത്ത് തള്ളിപ്പോയിരിക്കാൻ. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഇനി ഇതിൻ്റെ ഇവിടെ എല്ലാം പൊടിഞ്ഞ് പറിഞ്ഞൊക്കെ ഇരിക്കുവാണ്. ഞാൻ കൂടുതൽ ഇത് പണിയാൻ പോകുന്നില്ല. പണിതാൽ ചിലപ്പം ഇവിടെ കൂടെ ഇതാവും. അപ്പോൾ ഇത് നമുക്ക് ഈ ഹോളിൽ കൂടെ അവനെ എടുക്കണം. മുകളിൽ ഇച്ചിരി പ്രശ്നമാണ്. അവിടെ തുള ഇച്ചിരി നോക്കട്ടെ, ഇത് കിടക്കുമെന്ന്. വേറെ പഴയത് പോയത് വെച്ച് കുത്തി നോക്കാം. ടെസ്റ്റിയാണ്. ചെറിയ വലുതാക്കണം. അതൊന്നും വലുതല്ല, പശയാണ്. അയൺ വേണം. ഊഫർ വീണ്ടും അഴിക്കണം. ഈ സ്ട്രിപ്പ് ഇതിനകത്തോടെ വീണ്ടും കയറ്റണമില്ല. ഒന്നഴിച്ച് ഞാനൊരു വിധം മുറുക്കി വെച്ചതാണ്. എന്നാലും സ്ട്രിപ്പ് കയറ്റാതെ സെറ്റ് വർക്ക് ചെയ്യിക്കാൻ പറ്റുമല്ലോ. എൻ്റെ ഈ ഇതൊക്കെ ഒടിഞ്ഞിരിക്കുക. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം എൻ്റെ പീസൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ എടുത്ത് കളയട്ടെ. വേണ്ട പ്ലീസ്. അപ്പോൾ ഇത് സ്ട്രിപ്പിനെ ഇതിൽ ഞാൻ കടത്താൻ പോവാണ്. അത്യാവശ്യം തുളയൊക്കെ ആയിട്ടുണ്ട്. ഇച്ചിരി പണിയാണ്. ഇതിലെ വാങ്ങി ഇത്രേ വേണം. അത് കിടക്കാറായോന്നോ? പഴയ സ്ട്രിപ്പ് കൊടുക്കാതെ ഞാൻ കടത്തിത്തരാം. ഇല്ല, പഴയ സ്ട്രിപ്പ് കിടത്തുന്ന പോലെ കിടന്നാൽ പോരാ. ഈസി ആയിട്ട് കിടക്കണം. ഇച്ചിരി ടൈറ്റാണ്. ആ നീല പൊറിഞ്ഞു പോവും. അതുപോലപ്പം ആയി. പോന്നു. വണ്ണം കൂടിയത് അല്ല, ചെറിയൊരു വണ്ണ വ്യത്യാസമുള്ളല്ലേ.
പണ്ട് നമ്മൾ ഇവിടെ ചെറിയ വലുതിട്ടത് പൊട്ടിയതായതുകൊണ്ട് അവിടുത്തെ സ്ക്രൂ മാത്രം ചില ഓവർ സൈസ് സ്ക്രൂ ഇടുവാണ്, എല്ലാം അവിടെ മുറുകയില്ല. ചില ഓവർ സൈസ് ഇട്ട് നോക്കട്ടെ. മറ്റേ സ്ക്രൂ വലിയ കുഴപ്പമില്ല, എന്നാലും ഓവർ സൈസ് ഇട്ടാൽ നല്ല ടൈറ്റ് ആയിക്കോളും. ഇപ്പോൾ ഒരുവിധം ടൈറ്റായിട്ടുണ്ട്, പിടിച്ചു. ഇനി എൻ്റെ ബോർഡെല്ലാം ഇതിലോട്ട് ഫിക്സ് ചെയ്യണം. അതിന് മുമ്പ് വർക്ക് ചെയ്യുമെന്നൊന്ന് നോക്കണം. കുത്തിക്ക് ലാപ്ടോപ്പ് കുത്തിക്ക്. സോൾഡറിങ് അതിന് വേണ്ട, ഊരാൻ മാറ്റാം. ഓക്കെ. ഓക്കെ ആണ്. നിർത്തിക്കോ. ത്രൂ കൊടുക്കണ്ട, നമുക്കത് ശരിയാക്കാൻ കൊണ്ടുവരെ കേട്ടോ. അല്ലെങ്കിൽ അത് പോയ ഫ്രിഡ്ജിന് ചള്ളാണേ. തക്കാലം നമുക്ക് ത്രൂ കൊടുക്കാം, കുഴപ്പമില്ല. എന്നാലും നമുക്ക് കാശ് കൊടുത്ത് സ്റ്റെബിലൈസർ മേടിച്ചതല്ലേ. അതെ, രണ്ടാമത്തെ കത്തിയാലല്ലേ ഫ്രിഡ്ജ് ഓണാവുള്ളൂ. അപ്പോൾ കൊണ്ടുവന്നാൽ മേടിച്ചേട്ടാ, നമുക്ക് ശരിയാക്കിക്കാം. നമുക്ക് ശരിയാക്കാം, കുഴപ്പമില്ല. ഓക്കെ, നാളെ ഉണ്ട്. അല്ല, ഞാനിനി അഥവാ ഇനി കണ്ടില്ലേലും ആ കുഞ്ഞുമോനെ ഏൽപ്പിച്ചാൽ മതി. ആവി കാരണം എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ലേ. ഞാൻ സർവീസ് നിർത്തുക. നാളെ ഒരു മെക്കാനിക്കിനെ വിളിച്ച് ഇത് പാം മാറ്റണം. തല വീഴുമോ? വൃത്തിയാക്കാം, കപ്പടിക്കുന്നതല്ല. പൊക്കി പിടിക്കണം. ഇത് ചെരിച്ച് വെച്ചാൽ അതുപോലെ തന്നെ. ബോർഡ് ഫിക്സ് ചെയ്യുവാണ്. വടി ഇങ്ങെടുത്തു ഇല്ലേ? ഇവിടെ ഇല്ലേ? കുഴപ്പമില്ല. അപ്പം ഇത് ഇങ്ങനെ അടയ്ക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ചില അങ്ങോട്ട് തള്ളി വിടുകയാണ്. ഇതിപ്പോൾ ആവശ്യത്തിനുണ്ട്. നമ്മളിത് ഹോൾ അടയ്ക്കുവാണ്. ഹോൾ അടച്ചില്ലെങ്കിൽ ബാസ് ഇച്ചിരി കുറയുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും അടയ്ക്കണ്ടേ. നമ്മൾ ചെറിയ ക്വാളിറ്റി വെക്കുമ്പോൾ നല്ല ബാസ് കിട്ടണമെങ്കിൽ ഇത് അടയ്ക്കണം. അപ്പോൾ ഞാനത് അടച്ചു. ആവശ്യത്തിന് സ്ട്രിപ്പ് അകത്തേക്ക് വിട്ടിട്ടുണ്ട്, അത് മതി. ഇവിടെ തുറന്നു കഴിയുമ്പോഴും നമുക്ക് വലിക്കാൻ മാത്രം വലുപ്പമുണ്ട്. അപ്പോൾ
ഓക്കെ. ഇനി ഇവിടുത്തെ ഒരു ഇതും കൂടി ഇടണം, അല്ലെങ്കിൽ പുറകോട്ട് ഏറെ തള്ളും കണ്ടമാനം കിടന്ന് തള്ളാതിരിക്കാൻ വേണ്ടി ഇവിടെയും ഇച്ചിരി വലിച്ചിട്ട്, അതായത് ഈ സ്ട്രിപ്പ് നമുക്കൊരു വലിഞ്ഞു നിന്നാൽ മതി, ഒരു കണ്ടമാനം വേണ്ട. അപ്പോൾ അത് ഞാൻ ഇടുവാണ്, ശ്രദ്ധിച്ച് കണ്ടോളൂ. അത് കണ്ടു കഴിയുമ്പോൾ അവിടെ അത് ഇതായി. ഇനി സ്ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയത്തില്ല, അങ്ങനെ തന്നെ നമുക്കിത് അടയ്ക്കാൻ പറ്റും. ഇനി സ്ക്രൂ ഇട്ടാൽ മതി. കറുത്ത സ്ക്രൂകളാണ് ഇതിന് വരുന്നത്, ബ്ലാക്ക് സ്ക്രൂകൾ. മറ്റേത് സ്പീക്കറിനെല്ലാം വൈറ്റ് സ്ക്രൂകളാണ്. കറുത്തത് ഒരെണ്ണോടെ ഉള്ളു, കഴിഞ്ഞു. അങ്ങനെ 2 ഹോം തിയേറ്ററും നമ്മുടെ റെഡിയായി കഴിഞ്ഞു. 2 ഹോം തിയേറ്ററും D40 റെഡിയായി, D10 റെഡിയായി. അങ്ങനെ ഇന്നത്തെ പ്രയത്നം സഫലമായി. ഇത് ഇച്ചിരി വലിയത്, ഇത് ഇവിടെ ഇടണോ? ലൂസാണോ അവിടെ? ഈ വലിയതാണോ? ഇവിടെ വലിയ തരണ്ട, കുറഞ്ഞ ഇട്ടാൽ മതി, കറക്റ്റുള്ളത് ഇട്ടാൽ മതി. അവിടെ ലൂസ് ഒന്നുമില്ല. ഇതൊന്നും ഇല്ല, ഇത് അതിൻ്റെ തന്നെ. ഇത് രണ്ടും ബാക്കി മാറ്റേ. ഇതിപ്പോൾ നമ്മൾ ചില ഗ്ലൂഗറിനൊക്കെ ഇട്ട് ആ പൊട്ടിയതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒട്ടിച്ചെടുക്കുവായത്. 1 മിനിറ്റ് പിടിക്കണം. വലിയ 2 ബുഷ് വെച്ചാൽ വൃത്തിയായിട്ടിരിക്കും അല്ലേ? ബുഷ് അതിൻ്റെ പോയി, ബുഷ് താഴെ പോയപ്പോൾ പോയതാ. അപ്പോൾ ഒട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേകത സെറ്റായി. അടുത്ത വൃത്തികേടങ്ങ് മാറും, അത്രേ ഉള്ളൂ. ഓക്കെ, സെറ്റ് ഓണാക്കി. ഫങ്ഷൻ പെൻഡ്രൈവ്. ഇവിടെ ഒരു കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കുവാണല്ലോ. ഓ, അതിൻ്റെ ആവശ്യം. പെൻഡ്രൈവ്, പെൻഡ്രൈവ്. USB പ്ലേ. ഓരോ സ്പീക്കർ നോക്കാം. റിമോട്ട് എന്തി? ഇവിടെ ഉണ്ട്. ഇത്രേ ഉള്ളൂ. എല്ലാ സ്പീക്കറും ഇറങ്ങിയ. അപ്പോൾ 2 സെറ്റും റെഡിയായി, എല്ലാം ഓക്കെ. താങ്ക് യു. അപ്പം നമ്മുടെ 2 സെറ്റും റെഡി ആയിട്ടുണ്ട്. D10 D40 രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ കഷ്ടപ്പാട് ഓക്കെ ആയി, വെറുതെ ആയിട്ടില്ല. അതുകൊണ്ട് ഈ 2 സെറ്റും നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ നടന്ന് ഈ സർവീസ് എല്ലാം കൂടിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ആയില്ലേ? നാളെ കാണാം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.